പിന്നെ കുറേ അതിനകത്ത് ഡ്രാമയൊക്കെ സിറ്റുവേറ്റ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ മന്ത്രിയുടെ മകനും അയാളും തമ്മിൽ ഒരു കണക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി. എൻ്റെ എത്രയോ 10-16 പടങ്ങളിൽ അഭിനയിച്ചില്ലേ. ഇടയ്ക്കൊരു ഗ്യാപ്പ് വന്നു, ഒരു 5-10 വർഷം ഞങ്ങൾ തമ്മിൽ ഇതില്ല. അപ്പോൾ കാരണം അന്ന് തുടർച്ചയായിട്ട് കമ്മിറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു മമ്മൂട്ടിയായിട്ട്. 1 വർഷം 4 പടം 5 പടം വെച്ച് ഒരു ഗ്യാപ്പാണ്. അതിന് പിന്നെ രണ്ടാമത് തുടങ്ങിയത് ബാബാ കല്യാണില്ല. പിന്നെ പഠിപ്പിച്ച 5-6 പടമായില്ലേ അതിന് ശേഷം. ഞങ്ങളൊരു പോലീസ് കഥ എടുക്കാം ഉള്ള തീരുമാനത്തിലെത്തുമ്പോൾ അങ്ങനെ മമ്മൂട്ടി സ്വാമിനൊക്കെ ഈ ആവനാഴി ഇറങ്ങിയ സമയം. അപ്പോൾ അതിനപ്പുറം നിൽക്കുന്ന ഒരു ബൽറാമാണ് അതിലെ ക്യാരക്ടർ, പോലീസ് ഓഫീസർ. അതിനപ്പുറം നിൽക്കുന്നൊരു പോലീസ് ഓഫീസറെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ചിലപ്പോൾ ആൾക്കാർ കമ്പയർ ചെയ്യും. അങ്ങനെ മമ്മൂട്ടി അപ്പം അന്ന് ഈ പോളക്കുളം കേസൊക്കെ ഇങ്ങനെ വളരെ സജീവമായിട്ട് നിൽക്കുന്നൊരു സമയമാണ്. അപ്പോൾ മമ്മൂട്ടി നമുക്ക് CBI വെച്ച് തുടങ്ങിയാലോ എന്ന്. അപ്പോൾ എനിക്കതൊന്നും CBI എന്ന് പറഞ്ഞാൽ എനിക്കൊന്നും അറിയില്ല. അങ്ങനെ ഞാൻ CBI റിസർച്ച് ചെയ്തു. CBIയിലെ പല ഫ്രണ്ട്സിനെ വിളിച്ചു വരുത്തി അവരായിട്ട് സംസാരിച്ച് എന്താണ് കാര്യങ്ങൾ. ഞാൻ എന്തെങ്കിലും നമുക്ക് അറിയാൻ പാടില്ലാത്തൊരു മേഖലയാണെങ്കിൽ ഞാൻ കുറച്ച് അത് റിസർച്ച് ചെയ്യും. എന്താണ് സംഭവം, നമ്മൾ അത് പടത്തിൽ ഉപയോഗിക്കുന്നുണ്ടോ ഇല്ലെന്ന് രണ്ടാമത്തെ കാര്യം. പക്ഷേ ഒന്നും അറിയാത്തൊരു മണ്ടര പോലെ അതിലേക്ക് ഇറങ്ങരുത്, കുറച്ചെങ്കിലും ലോജിക്ക് വേണ്ടേ. അങ്ങനെ എൻക്വയറി ചെയ്ത് അവരായിട്ടുള്ള ഇൻട്രാക്ഷൻ ഒരുപാട് കാര്യങ്ങളൊക്കെ മനസ്സിലായി. പക്ഷേ അങ്ങനെ ഈ നാട്ടുകാരൊക്കെ പറയുന്ന പോലെ അത്ര നല്ല ഓർഗനൈസേഷൻ ഒന്നുമല്ല. അവർക്കും പോലീസിൻ്റെ സ്വഭാവം തന്നെയാണ് മിക്കവാറുമില്ല. ഇടിയൊക്കെ അവർക്കും ഉണ്ട്. പക്ഷെ കുറച്ചും കൂടെ അവരുടെ അപ്രോച്ചിന് സയൻറ്റിഫിക്കാണ്, അതാണ് കാര്യം. അങ്ങനെ CBI കഥ റെഡിയാക്കി. ആദ്യം ഒരു മുസ്ലിം ക്യാരക്ടറായിരുന്നു അതിൽ. മമ്മൂട്ടി പറഞ്ഞു വേണ്ട, മമ്മൂട്ടിയാണ് ഒരു സ്വാമിയുടെ ക്യാരക്ടർ വേണമെന്ന് സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഭയമായി, ഒരു പോലീസുകാരൻ സ്വാമി വന്നതിൽ എങ്ങനെ ഉണ്ടാവും എന്നൊക്കെ എല്ലാവർക്കും. എനിക്കും മധുവിനും അരോമണിയാണ് പ്രൊഡ്യൂസർ. അയാൾക്കൊക്കെ ഭയങ്കര ഡൗട്ടായി, ഇത് കേൾക്കുമോ, ആൾക്കാർ ഇഷ്ടപ്പെടുമോ. പക്ഷേ അയാൾ അഭിനയിച്ച് കാണിച്ചു തന്നു തന്നെ ഒരു സീൻ. ഞാൻ എഴുതിയൊരു സീൻ, മുസ്ലിം ക്യാരക്ടർ വെച്ച് ഞാൻ എഴുതിയ സീൻ അയാൾ കറക്റ്റായിട്ട് ഒരു ബ്രാഹ്മണനെ പോലെ എൻ്റെ മുമ്പിൽ അഭിനയിച്ച് കാണിച്ചു തന്നു. അത് കണ്ടപ്പോൾ ഞാൻ തീരുമാനിച്ചു ഈ പടം ഏറ്റതാണ്. അത്ര ഉറപ്പായിരുന്നു. പിന്നെ ഞാൻ ഈ മണിയെടുക്ക് പറഞ്ഞ സാറ് താല്പര്യം എടുക്കണ്ട, വേറെ ആളെടുത്തോളാന്ന് പറഞ്ഞു. ഭയമാണെങ്കിൽ എടുക്കണ്ട, ഇനി ഇത് മാറില്ല എന്ന് പറഞ്ഞു. ഇനി ഇത് ഈ ക്യാരക്ടർ മാറില്ല, ഈ പറഞ്ഞ പോലീസും ആവില്ല. അപ്പോൾ നമ്മൾ 20ാം നൂറ്റാണ്ടൊക്കെ ചെയ്തിരിക്കുന്ന സമയമല്ലേ, നമ്മളെ പെട്ടെന്ന് വേണ്ടാന്നൊക്കെ അയാൾക്കൊരു ധൈര്യം വരില്ലല്ലോ. അങ്ങനെയാണ് സംഭവിച്ചു. പിന്നെ മധുവിന് പറഞ്ഞപ്പോൾ മധുവിന് പെട്ടെന്ന് കാര്യം മനസ്സിലായി. എന്നാലും ഒരു ആശയക്കുഴപ്പം ഉണ്ടായിരുന്നു മധുവിന്. കാരണം അവർ കൺവെൻഷനായിട്ട് കാണുന്ന രീതിയിലൊരു സിനിമയല്ലല്ലോ അത്. അപ്പോൾ അതുകൊണ്ട് ഭയം ഉണ്ടായിരുന്നു. പക്ഷെ ചെയ്തു വന്നപ്പോഴേക്കും ധൈര്യം വന്നു. എന്ത് പറയുക, മമ്മൂട്ടി ഞാനും മമ്മൂട്ടി തമ്മിൽ ഭയങ്കര, അതിപ്പോൾ ഈ 44 പടം ഇതിൽ 10-25 പടം നല്ല ഹിറ്റാണെന്ന് പറയുമ്പോൾ ഞാൻ അയാൾ തമ്മിൽ ഒരു പൊരുത്തം ഉണ്ടെന്ന് അറിയാമല്ലോ. പിന്നെ അയാളുടെ ടേസ്റ്റ് എനിക്ക് നന്നായിട്ട് അറിയാം. അയാളുടെ ബോഡി ലാംഗ്വേജ്, അയാൾക്ക് വഴങ്ങുന്ന കാര്യങ്ങളെല്ലാം അറിയാം. അയാൾക്ക് ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞ കേട്ടാൽ മറ്റുള്ളവർക്ക് എങ്ങനെ തോന്നുന്ന പോലെയല്ല. മമ്മൂട്ടി അതിനകത്തുള്ള ആ ഒരു കഴമ്പറിയാൻ പറ്റും. നമ്മൾ ചിലപ്പോൾ ഒരു കഥ 1 മിനിറ്റ് കൊണ്ട് പറയും, ചിലപ്പോൾ 2 മിനിറ്റ് കൊണ്ട് പറയും. അപ്പോൾ ആ കഥയുടെ പൊട്ടൻഷ്യാലിറ്റി അത് എനിക്ക് എന്തോരം ചെയ്യാൻ പറ്റുമെന്ന് മമ്മൂട്ടിക്ക് മോഹൻലാലിനും അറിയാം. അതുകൊണ്ട് അവർ കൂടുതൽ അതിനെക്കുറിച്ചൊന്നും ചോദിക്കില്ല, എഴുതിക്കൊള്ളാൻ പറയും. ഞാനും ജോഷിയൊക്കെ ആ ഒരു 80s തുടങ്ങുമ്പോൾ വന്ന എൻ്റെ രണ്ടാമത്തെ പടം, ഞാൻ അസോസിയേറ്റ് രണ്ടാമത്തെ പടം ഡയറക്റ്റ് ചെയ്ത ആളാണ് ജോഷി. അന്ന് ജോഷി ഭയങ്കര ബിസിയാണ്. അന്ന് അയാളും ഭയങ്കര ലോഞ്ചിങ്. അന്ന് 2 മൾട്ടി സ്റ്റാർ പടം ഒരേ സമയം ഉണ്ടായിരുന്നു. ഇതിഹാസം എന്ന് പറഞ്ഞൊരു പടം, രക്തം എന്നൊരു പടം, ഒരേ സമയം റിലീസ്, ഒരേ ദിവസം റിലീസും രണ്ടും. അപ്പം അങ്ങനെ വിപ്ലവം ഉണ്ടാക്കി ഇറങ്ങിയ ആളാണ് ജോഷി സിനിമയിൽ. എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഒരു വികാരം തോന്നിയിട്ടൊന്നുമില്ല. എനിക്കങ്ങനെ വലിയ എക്സൈറ്റ്മെൻ്റ് ഒന്നും ഉണ്ടായിട്ടില്ല. ഞാൻ ആ സിനിമയെ അങ്ങനെ കാണുന്ന ആളല്ല. സിനിമയിൽ തന്നെ എൻ്റെ ഒരു പോയിൻ്റ് ഓഫ് വ്യൂവിൽ സിനിമ ടോട്ടലി കൈയടിക്കാനോ അല്ലെങ്കിൽ അതിനല്ല. എനിക്ക് സിനിമ എന്ന് പറഞ്ഞാൽ അതൊക്കെ വല്ലാതെ ഇഴുകിച്ചേർന്നൊരു സ്വഭാവമാണ് മനസ്സിൽ. അപ്പോൾ അത് കാരണം കൈയ്യടി കിട്ടിയാലും വിരോധമില്ല, കിട്ടിയില്ലെങ്കിലും വിരോധമൊന്നും ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. അതൊന്നും